முதல்ல இந்த வயசுல நான் பிஹெச்டி எல்எல்பி இன்னும் நிறைய விஷயங்கள் படிச்சுக்கிட்டு இருக்கேன். பிளஸ் என்னுடைய மியூசிக் கரியர் மீதும் ரொம்ப நான் இன்டென்சிவா ஃபோக்கஸ் பண்ணிக்கிட்டு இருக்கேன். இதுல ரொம்ப ஸ்ட்ரெஸ் லெவல்ஸ் ஜாஸ்தியானதுனால எனக்கு பல வருஷமாவே சரியான தூக்கம் எனக்கு இல்ல. அந்த தூங்க முடியாத பிரச்சனைனால டாக்டர் கிட்ட ட்ரீட்மெண்ட் எடுத்துக்கிட்டப்போ இன்சோம்னியா இஷ்யூஸ் இருக்கு அப்படின்னு சொல்லி எனக்கு மெடிசன் பிரிஸ்கிரைப் பண்ணியிருந்தாங்க. அந்த மெடிசன் அந்த ஒரு பர்டிகுலர் நாள் டோசேஜ் கொஞ்சம் ஜாஸ்தி எடுத்ததுனால അത് എനിക്ക് ലങ് ഇൻഫെക്ഷൻ ആയി ഞാൻ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ പോയിട്ട്. കൽപ്പന രാഘവേന്ദ്രൻ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നറൊക്കെയാണ് ഇവർ. ഐഡിയ സ്റ്റാർ സിംഗറിന് ശേഷം ഇവരെക്കുറിച്ച് കാര്യമായിട്ട് വിവരങ്ങളൊന്നുമില്ല. ഈ അടുത്ത ഇതിലാണ് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് വന്നത്. ഇവർ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്ത വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കേട്ട് ഷോക്കായിരുന്നു. പിന്നീട് ഇവർ അത് ആത്മഹത്യയല്ല, അത് ഉറക്ക ഗുളിക, അത് തൻ്റെ കഴിച്ച അളവ് ഡോസ് കൂടി പോയതാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവർ എൽ എൽ ബി ഇതൊക്കെ എടുത്തു, പിന്നെ മ്യൂസിക് കൊണ്ടുണ്ട്. അങ്ങനെ ഇതെടുത്താണ് ടെൻഷൻ കാരണമുണ്ട്. ടെൻഷൻ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സ്ലീപ്പിംഗ് ഗുളിക കഴിക്കുന്നത്. ഇനി ഗുളിക കഴിച്ച് കഴിഞ്ഞ് ചളവ് കൂടിപ്പോയി. അന്ന് ഇവരുടെ ഭർത്താവാണ് രക്ഷിച്ചത്. അപ്പോൾ ഈ ഭർത്താവ് തെറ്റിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകളൊക്കെ ഉണ്ടാക്കി ഏതോ വാർത്താ ചാനൽ വിട്ടു. അത് പലർക്കും അത് ഷോക്കായിപ്പോയി. രണ്ടാം ആത്മഹത്യ ചെയ്തു. ഇവർ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചതാണ്. വിവാദങ്ങളൊക്കെ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ വിന്നറാക്കിയ ചില ജഡ്ജസിനൊന്നും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇവർ അറ്റവും മുറിയും കേൾക്കാതെ ഒന്നും വാർത്തകളൊന്നും പടച്ചു വിടരുത്. തീർച്ചയായിട്ടും വ്യാജ വാർത്തയാണെന്നാണ് ഇവർ പറയുന്നത്.